This news is brought to you by പ്രശാന്ത് ഹോട്ടൽ, മേലെ ബസാർ, ചെറുപുഴ. സ്വന്തം സ്ഥാനാർത്ഥികളുടെ ധാർമ്മികത മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് മറ്റുള്ളവരെ ധാർമ്മിക ബോധം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നുമ്മൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബീവറേജ് ചില്ലറ വിൽപ്പനശാല, ക്വാറി, ബാർ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചും നടപ്പാക്കാത്ത വാഗ്ദാനങ്ങളെക്കുറിച്ചുമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചു. ആലയിൽ ബാലകൃഷ്ണൻ, കെ സുരേഷ് കുമാർ, മനോജ് വടക്കേൽ, ജോർജ് ചെമ്പരത്തിക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സ്ഥാനാർത്ഥി നിർണ്ണയവും അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രൂട്ടിംഗ് ഒക്കെ അവസാനിച്ച് കൃത്യമായ മത്സര ചിത്രം വ്യക്തമായിരിക്കുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിശിഷ്യ ഈ പഞ്ചായത്തിനകത്ത് മത്സരിപ്പിക്കുന്നതിന് മുന്നിൽ പാർട്ടി ഇന്റർനാഷണൽ കോൺഗ്രസും അതുപോലെ ഐക്യ ജനാധിപത്യ മുന്നണിയും മുന്നിൽ വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിൽ ആദ്യമായുള്ളത് നമ്മൾ ഈ നാടിൻ്റെ സൗന്ദര്യത്തെയും അതുപോലെ തന്നെ നാടിൻ്റെ പ്രകൃതി സമ്പത്തിനെയൊക്കെ കവർന്നെടുക്കുന്ന മാഫിയ സംഘങ്ങളെ കൃത്യമായി നിലക്ക് നിർത്തുന്ന ഒരു പഞ്ചായത്ത് സമിതിയെ വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഭാഗമായി തന്നെയാണ്. നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ രാജഗിരി പോലുള്ള മേഖലകളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വലിയ ദുരിതങ്ങൾക്കെതിരെ കഴിഞ്ഞ കുറേ നാളുകളായി ഇന്റർനാഷണൽ കോൺഗ്രസ് പോരാട്ടത്തിൻ്റെ പാതയിലായിരുന്നു. 2015 പഞ്ചായത്ത് ഭരണസമിതി കൃത്യമായ രീതിയിൽ ഇത്തരത്തിലുള്ള മാഫിയകളെ നിയന്ത്രിച്ച് നിർത്തുകയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകി പോവുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി കാലഘട്ടത്തിൽ ഇവിടെയുള്ള കോറി മാഫിയകൾക്ക് യഥേഷ്ടം ഈ മേഖലകളിൽ വിഹരിക്കാനും വലിയ രീതിയിലെ സാമ്പത്തിക ചൂഷണങ്ങളും അതുപോലെ തന്നെ ജനങ്ങളെയും പ്രകൃതിയെയും ചൂഷണം ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഈ പഞ്ചായത്ത് ഭരണസമിതിയും അതിനെ നിയന്ത്രിക്കുന്ന പാർട്ടിയും ഏർപ്പാടാക്കി കൊടുത്തിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി ഒരു തരത്തിലുള്ള കോറി മാഫിയകളിൽ നിന്നും ₹1 പോലും കഴിഞ്ഞ 4 വർഷ കാലഘട്ടത്തിലുള്ള കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റിയോ മണ്ഡലം കമ്മിറ്റിയോ ₹1 പോലും കൈപ്പറ്റാത്ത ഒരു കാലഘട്ടമാണ് കഴിഞ്ഞു പോയത്. കോറി മുതലാളിമാർക്കെതിരെയുള്ള കൃത്യമായ നിലപാടിൻ്റെ ഭാഗമായാണ് നാം അങ്ങനെ ചെയ്തത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് കോറി മാഫിയകളിൽ നിന്നോ അല്ലെങ്കിൽ കോറി പ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള സ്ഥാപനങ്ങളിൽ നിന്നോ പണം കൈപ്പറ്റിയിട്ടില്ല എന്ന് ഇതുപോലെ ആർജവത്തോടെ പറയാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ രീതിയിൽ കൃത്യമായ ധാർമ്മികതയും മൂല്യങ്ങളും അതുപോലെ തന്നെ ഈ നാട് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന ആശയവും മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണി ഇത്തവണ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ 2 വാർഡുകളിൽ നോമിനേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ 10-15 വാർഡുകളിലെ സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് 2 ദിവസം ഡിലേ ഉണ്ടാവുകയും ആ ഡിലേ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് റിട്ടേണിംഗ് ഓഫീസർ ആ നോമിനേഷൻ സ്വീകരിക്കുകയും ചെയ്തു. അത് സംബന്ധമായി വന്ന ചില വിവാദങ്ങൾ 10ാം വാർഡുമായി ബന്ധപ്പെട്ട് 10ാം വാർഡിലെ സ്ഥാനാർത്ഥിയെ കൃത്യമായി പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി നിർണയ സമിതിയുടെ മുന്നിലേക്ക് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്ന് വരുന്ന പേരുകൾ പരിഗണിക്കപ്പെട്ടപ്പോൾ അവിടെ നിന്നും കൃത്യമായി ഉയർന്നു വന്ന വാർഡിലെ പാർട്ടി പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം ഉയർന്നു വരുന്ന പേരായിരുന്നു 10ാം വാർഡിലെ നിലവിലെ സ്ഥാനാർത്ഥിയുടെ പേര്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുണ്ടായ കേസിൻ്റെ കാലഘട്ടത്തിൽ കൃത്യമായും അദ്ദേഹം പാർട്ടിയുടെ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ സജീവതയിൽ നിന്നൊക്കെ മാറി നിൽക്കുകയും പാർട്ടി അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അത്തരത്തിൽ ആരോപണ വിധേയമായ വ്യക്തിയെ കൃത്യമായി മാറ്റി നിർത്തി മുന്നോട്ട് പോവുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്ന കേസ് കൃത്യമായും കാഞ്ഞങ്ങാട് ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ വെച്ച് ആ കേസിൽ അദ്ദേഹത്തെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിയതിന് ശേഷം പിന്നെയും അദ്ദേഹത്തെ ഉയർത്തിയാടുന്ന ഒരു നിലപാടുമായി മുന്നോട്ട് പോകുന്നതും അതുപോലെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് ഇടപെടാനും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അവകാശത്തെ ചോദ്യം ചെയ്യുന്നതുമാണ് അധാർമികത എന്നാണ് പാർട്ടി മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കേസ് നിലവിലുണ്ടായിരുന്നപ്പോൾ കൃത്യമായ രീതിയിൽ പാർട്ടി സംസ്ഥാനത്ത് എല്ലായിടത്തും എടുക്കുന്നത് പോലുള്ള നടപടി സ്വീകരിക്കുകയും അദ്ദേഹത്തെ മാറ്റി നിർത്തുകയും ചെയ്തു. എന്നാൽ ആ കേസിനകത്ത് അദ്ദേഹം നിരപരാധിയാണെന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ നീതിപീഠം തീരുമാനിക്കുകയും അത് പുറത്തെത്തുകയും ചെയ്തതിന് ശേഷവും അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരു വാർഡിനകത്ത് സ്ഥാനാർത്ഥിയായി കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ നിഷേധിക്കുന്നതാണ് അധാർമികത എന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ കാര്യത്തിൽ കൃത്യമായും അത്തരത്തിലൊരു തീരുമാനം പൂർണ്ണമായും ഏകകണ്ഠമായി എടുത്ത് പാർട്ടി അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയെ നിർത്തുകയും ചെയ്തു. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ അധാർമികത ചൂണ്ടിക്കാണിക്കാൻ ആർക്കും സാധിക്കില്ല. ഈ അധാർമികത ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾ തൊട്ടടുത്ത സ്ഥലമായ പയ്യന്നൂരിനകത്ത് ഈ സ്വന്തം നഗ്ന ചിത്രം പ്രദർശിപ്പിക്കുകയും അതുപോലെ തന്നെ അശ്ലീല മെസ്സേജുകൾ അയച്ച് രസിക്കുകയും ചെയ്ത് പാർട്ടി നടപടി നേരിട്ട ആളുകളെയാണ് പയ്യന്നൂരിലെല്ലാം അഴിവാച്ചിരിക്കുന്ന വർഷത്തിൽ CPM സ്ഥാനാർത്ഥികളായി മത്സരിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള പാർട്ടിയുടെ ആളുകളാണ് ധാർമ്മികത കോൺഗ്രസിനെ പഠിപ്പിക്കാനായി പത്രസമ്മേളനം വിളിക്കുന്നു എന്ന് പറയുമ്പോഴാണ് അതിനകത്ത് ഒരുപാട് കൗതുകം ഉണ്ടാകുന്നത്. മറ്റൊരു കാര്യം ഇന്നലെ മാധ്യമപ്രവർത്തകർ ശ്രദ്ധിച്ചു എന്ന് ഞാൻ കരുതുന്നു. ഇന്നലെ ഈ LDFൻ്റെ പത്രസമ്മേളനത്തിനിടയിൽ CPIയുടെ ഒരു നേതാവ് തൊട്ടടുത്തിരിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസക്കാലം മുമ്പേ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് അദ്ദേഹം പറയുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ
1500 കോടി രൂപക്ക് CPM BJP വിറ്റു എന്നാണ്. അതിൽ അദ്ദേഹം ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ടായിരുന്നു, എത്ര കോടി രൂപ കിട്ടിയാൽ നിങ്ങൾ കേരളത്തെ വിൽക്കുമെന്നത്. ഈ CPM-ൻ്റെയും CPI-യുടെയും നേതാക്കൾ ഒന്നിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് CPM-ൻ്റെ നേതാക്കൾ ഉത്തരം നൽകിയോ, അല്ല ഈ വിൽപ്പനയുടെ കാര്യത്തിൽ ആ ഒരു ധാരണയിൽ എത്തിയോ എന്നുള്ള കാര്യമാണ് അറിയാൻ സാധാരണ ആളുകൾക്ക് കൗതുകമുണ്ട്. മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്ക് കൗതുകം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ മാറ്റിവെച്ച് അല്ലെങ്കിൽ നീട്ടിവെച്ചതിനെ സംബന്ധിച്ച് ഇന്നലെ CPM നേതാക്കൾ പറയുകയുണ്ടായി. അതിൽ 10-ാം വാർഡിലെ സ്ഥിതി ഇപ്പോൾ പറഞ്ഞു, അതൊരു നിയമപ്രശ്നമായിരുന്നു. അത് റിട്ടേണിംഗ് ഓഫീസർക്കോ ഞങ്ങൾക്കോ അല്ലെങ്കിൽ അവിടെ വന്നവർക്കോ കൃത്യമായ ഒരു നിയമ പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ആ സ്ഥാനാർത്ഥിത്വം മാറ്റിവെക്കേണ്ടി വന്നത്. അത് മാറ്റിവെച്ചത് തന്നെ LDF നേതാവിൻ്റെ പരാതി അല്ലെങ്കിൽ വാക്കാലുള്ള പരാതിയാണ്. അത് സ്വാഭാവികമായി ഞങ്ങളെല്ലാവരും അംഗീകരിച്ചു. വിദഗ്ധമായ അല്ലെങ്കിൽ നിയമോപദേശത്തിന് ശേഷം എടുക്കാൻ തീരുമാനിച്ചു. രണ്ടാമത് 15-ാം വാർഡിൽ പ്രാപ്പൂർ 15-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ മാറ്റിവെക്കാനുണ്ടായ സാഹചര്യം ഒരു കാരണവശാലും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പരാതിയെ തുടർന്നല്ല എന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. അവർ തന്നെ വരുത്തിവെച്ച ഒരു വിനയാണ്. അതായത് സ്ഥാനാർത്ഥി കൊടുത്ത നോമിനേഷൻ പേപ്പറിൽ അവർ വരുമാനത്തിൻ്റെ സ്രോതസ്സ് കാണിക്കുന്ന ഘട്ടത്തിൽ അവരവിടെ മൃഗാശുപത്രിയിൽ താൽക്കാലികമായി ജോലി ചെയ്തിരുന്നുവെന്നും അതിൽ നിന്ന് ഇത്ര ശമ്പളം വാങ്ങിയിരുന്നുവെന്നും അവർ തന്നെ എഴുതിയൊപ്പിട്ട കടലാസ് റിട്ടേണിംഗ് ഓഫീസർ പരിശോധിച്ചപ്പോഴാണ് ഞങ്ങളുടെയും ശ്രദ്ധയിൽ അത് പെട്ടത്. അല്ലാതെ ഞങ്ങളുടെ പരാതിയെ തുടർന്നല്ല അത് മാറ്റിവെച്ചത്. അത് പരിശോധിക്കുന്ന ഘട്ടത്തിൽ നിങ്ങളും കുറേ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതായത് അത് CPM-ൻ്റെ സംഘടനാപരമായിട്ടുള്ള ഏറ്റവും വലിയ പരാജയം വിളിച്ചു പറയുന്ന ഒരു സംഭവമായിരുന്നു. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഒരു സ്ഥാനാർത്ഥി നോമിനേഷൻ പൂരിപ്പിക്കുക അല്ലെങ്കിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് സ്ഥാനാർത്ഥിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല. പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ ഇപ്പോൾ സ്ത്രീകളായാലും ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികളായാലും എല്ലാവരും തന്നെ ഈ നോമിനേഷൻ സംബന്ധിച്ച വിവരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ വിദഗ്ധമായി അറിയുന്നവരും അതിലുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 20 സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ ഞങ്ങൾ കൊടുത്തു. അതിൽ കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് റോഷി ഉൾപ്പെടെ, ജമീല കോളേജ് ഉൾപ്പെടെ, ഇപ്പോഴത്തെ നിലവിലുള്ള പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെ, മുൻ മെമ്പർമാർ ഉൾപ്പെടെയുള്ള അറിവുള്ളവരും ഇതിനെ സംബന്ധിച്ച് കൂടുതൽ അറിയാത്ത ആളുകളും ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഈ 20 സ്ഥാനാർത്ഥികളിൽ നോമിനേഷൻ പേപ്പർ വളരെ വിശദമായി ഒരു വക്കീലിനെ വെച്ച് വെരിഫിക്കേഷൻ നടത്തിയതിന് ശേഷമാണ് ഞങ്ങൾ നോമിനേഷൻ കൊടുത്തത്. എന്നാൽ CPM ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. 15-ാം വാർഡിലും 14-ാം വാർഡിലും പല വാർഡുകളിലും തെറ്റായ രീതിയിൽ നോമിനേഷൻ പേപ്പർ പൂരിപ്പിച്ച് അതിദയനീയമായി ആ റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പിൽ ദയനീയമായി യാചിക്കേണ്ടത് ഒരു ഗതികേട് CPM-ന് ഉണ്ടായി എന്നുള്ളത് വളരെയേറെ അവരുടെ അപജയത്തെ ചൂണ്ടിക്കാണിക്കും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. CPM-ൻ്റെ എല്ലാ ഉന്നത നേതാക്കന്മാരും ഉള്ള ഒരു വേദിയിൽ വെച്ച് ആ റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പിൽ ശ്രീ ഷാജി ദയനീയമായി യാചിക്കുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെന്താണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നിരുത്തരവാദപരമായി. അത് മാത്രമല്ല, ആ സ്ഥാനാർത്ഥിയെ ആക്രോശിക്കുന്നു. നിന്നോട് ആരാ ഇത് ഇവിടെ എഴുതി വെക്കാൻ പറഞ്ഞു എന്ന് ആ പരസ്യമായി ചോദിക്കുന്നത് കൊണ്ട് ആ സ്ഥാനാർത്ഥി തന്നെ വരണ്ടുപോയി. ആ പാവം, ഞങ്ങളിതിനൊന്നും ഉത്തരവാദിയല്ല. ഇപ്പോൾ പറയുന്നു ഞങ്ങൾ പരാതിയെ തുടർന്നാണ് ഇത് മാറ്റിവെച്ചത് എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. സ്വന്തം കുറ്റം മറ്റുള്ളവരെ ചാർത്തി രക്ഷപ്പെടാനുള്ള മാർഗമാണ്. യഥാർത്ഥത്തിൽ ഷാജിയുടെ ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിച്ചില്ല എന്ന് നാളെ അവർ തന്നെ പറയേണ്ടി വരും. കാരണം ജനങ്ങളെ മുമ്പിൽ വെച്ചാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു ആശങ്കയ്ക്കും വകയില്ലാത്ത വിധം ഈ തെരഞ്ഞെടുപ്പിൽ വളരെ സുശക്തമായി സ്ഥാനാർത്ഥി നിർണയവും സ്ഥാനാർത്ഥിയുടെ നോമിനേഷനും അതിൻ്റെ സ്ക്രൂട്ടണി ഉൾപ്പെടെയുള്ള പ്രോസസ്സിൽ വളരെ വ്യക്തമായും യുക്തമായും വളരെ കൃത്യതയോടുകൂടി ഞങ്ങൾ UDF-ൻ്റെ നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം അതിൽ ഇടപെട്ടിട്ടുണ്ട്. അതിൽ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നോമിനേഷൻ പേപ്പർ മാറ്റിവെച്ചതും സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ഇടപെടലും അതിൽ നടത്തിയിട്ടില്ല. അത് റിട്ടേണിംഗ് ഓഫീസർ സ്വയം അവർക്ക് തോന്നിയത്, അതുകൊണ്ടാണ് അത് അവിടെ ഒരു തർക്ക വിഷയമായി വന്നിട്ടുള്ളത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർ സൂചിപ്പിച്ചതുപോലെ ഈ ധാർമ്മികതയെക്കുറിച്ചൊന്നും കോൺഗ്രസിനെ പഠിപ്പിക്കാൻ CPM-ന് വരേണ്ടതില്ല. ഇന്നലെ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് 20 വർഷം പോലീസിന് നേരെ ബോംബെറിഞ്ഞ 2 പ്രതികളെ 20 വർഷം ശിക്ഷിച്ചു. അതിലൊരു സ്ഥാനാർത്ഥിയും ഉണ്ട് എന്നുള്ളതാണ് നമുക്കിന്ന് മാധ്യമങ്ങളിലൂടെ കാണാൻ കഴിഞ്ഞു. ആ ശിക്ഷിക്കപ്പെട്ടവർക്ക് CPM കൊടുത്തിട്ടുള്ള ഒരു പരിരക്ഷ നിങ്ങൾ കണ്ടതാണ്.
കോടതിയിൽ നിന്ന് ശിക്ഷ അറിഞ്ഞ് പുറത്തു വരുന്നവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എല്ലാ മാധ്യമങ്ങളുടെയും പ്രധാന വാർത്ത ഏതാണ്? ബീവറേജ് വേണ്ടാന്ന് ഞങ്ങൾ പറയുന്നില്ല. എവിടെ ചെറുപുഴയിൽ ഇന്നലെ പത്രസമ്മേളനം നടത്തിയ നേതാവ് ഒരുപക്ഷെ ഇന്നലത്തെ പത്രസമ്മേളനം കണ്ട ഞങ്ങളെല്ലാവരും വിചാരിച്ചത് ചെറുപുഴയുടെ ഒരു വികസനപരമായ സ്വപ്നം, LDFന്റെ ഒരു വികസനപരമായ സ്വപ്നം ജനങ്ങളോട് പറയുമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷെ ആ പത്രസമ്മേളനം എന്ന് പറയുന്നത് LDF ഈ പഞ്ചായത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു പത്രസമ്മേളനമാണ് ഇന്നലെ അവിടെ നടന്നത്. അവരൊരു 5 വർഷക്കാലം നടപ്പാക്കിയ കാര്യങ്ങൾ ജനങ്ങളോട് പറയുന്നില്ല. പഞ്ചായത്ത് പ്രസിഡന്റിനെ ആ പത്രസമ്മേളനം ഇരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് പറയണം, കഴിഞ്ഞ 5 വർഷം ഞങ്ങൾ ഈ പഞ്ചായത്തിൽ ഇന്ന കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. ഞങ്ങൾ 5 വർഷത്തിന് മുമ്പ് അധികാരത്തിൽ വരുമ്പോൾ ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നു. ആ പ്രകടന പത്രിക മുഴുവൻ നടപ്പിലാക്കിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് എന്ന് പറയാനുള്ള ധാർമ്മികതയാണ് ആര് കാണിക്കേണ്ടത്? LDF കാണിക്കേണ്ടത്. അതിന് പകരം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഞങ്ങളുടെ KPC പ്രസിഡന്റ് ധാർമ്മികത പറയണം എന്നൊക്കെ പറഞ്ഞ് പത്രസമ്മേളനം നടത്തുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു കാര്യം LDFന് പറയാനില്ല. ഇന്നലെ ബീവറേജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പത്രസമ്മേളനം നടത്തിയ നേതാവ് പറഞ്ഞത് അത് UDFന്റെ കാലത്താണ് ബീവറേജിൽ നിന്ന് പോയത്. UDFന്റെ കാലത്ത് ആദ്യം പോയത് കേരളത്തിൽ പൊതുവെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു ഹൈക്കോടതിയുടെ, സ്റ്റേറ്റ് റോഡിന്റെയും പരിസരത്തുള്ള ബീവറേജുകൾ മാറണം എന്നുള്ള ഒരു വിധി വന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കറിയാം കേരളത്തിലെ എല്ലാ ബീവറേജുകളും അന്ന് മാറിയിരുന്നു. അതിനുശേഷം LDFന്റെ ഭരണം ഇവിടെ വന്നപ്പോൾ കൺസ്യൂമർ ഫെഡിന്റെ ബീവറേജ് ഇവിടെ വന്നില്ലേ? ആ കൺസ്യൂമർ ഫെഡിന്റെ ബീവറേജ് ആരാ മാറ്റിയത്? കോൺഗ്രസ്സുകാരാണോ മാറ്റിയത്? എന്നിട്ട് വീണ്ടും പത്രസമ്മേളനത്തിൽ പറയുന്നു 2 മാസം കഴിഞ്ഞാൽ ഇവിടെ ബീവറേജ് വരും. ഇന്നലെ 2 മാസം കഴിഞ്ഞ് ബീവറേജ് വരും അവർ പറയുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിലാണ്. ഇപ്പോഴെല്ലാം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്റ്റണ്ട് ഇവിടെ കാണിക്കുക. ചെറുപുഴ പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ കാര്യം കഴിഞ്ഞ LDFന്റെ പ്രകടന പത്രികയിൽ ഒന്നാമതായി പറഞ്ഞതാണ്. എന്താ ഒന്നാമതായി പറഞ്ഞത്? ചെറുപുഴയുടെ പഞ്ചായത്ത് സ്റ്റേഡിയം ആധുനികവൽക്കരിച്ച് കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന പറഞ്ഞു. 5 വർഷം കുട്ടികൾക്ക് പരിശീലനം നൽകിയോ? ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടെ ഒരു കോൺട്രാക്ടറെ കൊണ്ടുപോയി JCB വെച്ച് മണ്ണ് മാന്തി ഞങ്ങൾ പണി തുടങ്ങിയെന്നാണ് പറയും. അപ്പം ഞാൻ പറയുന്നത് LDFന് ഒരു കാര്യവും ജനങ്ങളോട് പറയാനില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വികസനം ചർച്ച ചെയ്യണം. നമ്മുടെ ചെറുപുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൗണാണ് ഈ പഞ്ചായത്തിലെ ചെറുപുഴ ടൗൺ. ഈ ചെറുപുഴ ടൗണിൽ നിന്ന് ഇതുപോലെ തനത് ഫണ്ട് കിട്ടുന്ന പഞ്ചായത്ത് കേരളത്തിൽ വേറെ എവിടെയില്ല. ഇത്രയും കെട്ടിടങ്ങളും ഇത്രയും സ്ഥാപനങ്ങളും ഇത്രയും കടകളും അതുപോലെ ഇത്രയും നല്ല വരുമാനമുള്ള പഞ്ചായത്ത് എവിടെയുള്ളത്? നിങ്ങൾ ഈ ഇത്രയും വരുമാനം ഉണ്ടായിട്ട് നിങ്ങൾ ആ പഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡിലേക്ക് നോക്കി ജനങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാന സൗകര്യമുണ്ടോ? ജനങ്ങൾക്ക് കയറി നിൽക്കാൻ ഒരു ബസ് ഷെൽട്ടർ ഉണ്ട് അവിടെ. അതുപോലെ ഈ പഞ്ചായത്തിന്റെ ഏതെങ്കിലും പ്രദേശത്ത് ജനങ്ങൾക്ക് ആവശ്യമായ എന്തെങ്കിലും ഒരു കാര്യം ഇവർ നടപ്പിലാക്കി എന്ന് പറയട്ടെ, അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യും. പരസ്യമായി അവർ ഞങ്ങളുമായി സംവദിക്കാൻ വരട്ടെ. അതുകൊണ്ട് 5 വർഷക്കാലം ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ പഞ്ചായത്ത് പുറകോട്ടാണ് പോയത്. സ്ഥാനാർത്ഥികളെയാണ് UDF പ്രഖ്യാപിച്ചത്. കോൺഗ്രസിന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ വാർഡിൽ നിന്നും പ്രപ്പോസലുകൾ സ്വീകരിക്കുകയും അത് മണ്ഡലം കമ്മിറ്റി അതാത് മണ്ഡലം കമ്മിറ്റിയും പഞ്ചായത്ത് തലത്തിലുള്ള കോൺഗ്രസിന്റെ കോർ കമ്മിറ്റിയും ഇരുന്ന് ആ സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യതയെക്കുറിച്ച് പഠിച്ച് ആ കമ്മിറ്റി അംഗങ്ങളെയും അവിടുത്തെ ജനങ്ങളുടെയും അഭിപ്രായങ്ങൾ തേടി അതിൽ ഏറ്റവും ഫിറ്റായ 20 സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചത്. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അതിൽ 2 വാർഡുകളിൽ റബൽ സ്ഥാനാർത്ഥികളുണ്ട്. കോൺഗ്രസിന്റെ ഞങ്ങളുടെ സഹപ്രവർത്തകരായിരുന്നു. ഒന്ന് 7ാം വാർഡിലാണ്. 7ാം വാർഡിലെ റബൽ സ്ഥാനാർത്ഥി ആ വാർഡുകാരിയല്ല, തൊട്ടടുത്ത വാർഡിലെ ഒരു വോട്ടറാണ്. അദ്ദേഹം കഴിഞ്ഞ 25 വർഷക്കാലമായി ആദ്യമേ 5 വർഷം ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി അംഗം, അത് കഴിഞ്ഞുള്ള 5 വർഷം വൈകിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗം, അത് കഴിഞ്ഞുള്ള 3 ടൈം 15 വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഈ ജില്ലയിലെ സംസ്ഥാനത്ത് തന്നെ വളരെ മതപരമായി പ്രവർത്തിക്കുന്ന പാടിയൊട്ടിയ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടറുമായി 15 വർഷം സേവനം ചെയ്ത ഒരു വ്യക്തിയാണ്. അതായത് 25 വർഷം പാർട്ടി ഒരു അംഗീകാരം കൊടുത്ത ഒരു വ്യക്തിയാണ് ഇന്ന് സ്ഥാനാർത്ഥിയാകണം, എനിക്ക് ആ വാർഡിൽ മത്സരിക്കണം എന്നും പറഞ്ഞ് മുന്നോട്ട് വരുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആ വാർഡിൽ നിന്നും പ്രൊപ്പോസലിനകത്ത് അങ്ങയുടെ പേരുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ പഠിച്ച് ഞങ്ങളുടെ ലക്ഷ്യം ഒരാളെ ഒരു പ്രത്യേക പരിഗണനയോ അല്ലെങ്കിൽ പ്രത്യേക അതിൻ്റെയോ ഒന്നുമില്ലായിരുന്നു. ഞങ്ങൾക്കുള്ളത് ആ വാർഡിൽ പിടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫിറ്റായ സ്ഥാനാർത്ഥി, അത് മാത്രമേ ഞങ്ങളുടെ നേതൃത്വത്തിന് മണ്ഡല തലത്തിലാണെങ്കിലും അതെ പഞ്ചായത്ത് തലത്തിലുള്ള കോർ കമ്മിറ്റിക്കാണെങ്കിലും
ആ ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ആ വാർഡിൽ പഠിച്ചപ്പോൾ വന്ന പേരുകളിൽ ഏറ്റവും ഫിറ്റ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ താപ്പൂറിലെ ചോറിനോടി നിതിൻ എന്ന് പറയുന്ന കോൺഗ്രസിന് വേണ്ടിയിട്ട് ജീവൻ ധരിച്ച് പ്രവർത്തിക്കുന്ന പല കേസുകളിലും പ്രതിയായ ജിതിൻ ചോറിനോടിയുടെ ഭാര്യയായ ഒരു യുവ, അതായത് 28 വയസ്സുള്ള സ്നേഹ പി ബാബുവിനെ ഞങ്ങൾ ആ വാർഡിൽ സ്ഥാനാർത്ഥിയായി നിർത്തി. അത് അംഗീകരിക്കില്ല, ആ സ്ഥാനാർത്ഥിത്വം ഞാൻ അംഗീകരിക്കില്ല, എനിക്ക് സ്ഥാനാർത്ഥി വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ 25 വർഷം പാർട്ടിയുടെ സ്ഥാനം വഹിച്ച ഒരു വ്യക്തിയാണ്, സ്വയം സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞു വന്ന് ഇന്ന് റിബൽ മത്സരിക്കുന്നത്. അതേപോലെ തന്നെ തൊട്ടടുത്ത വാർഡ് 6ാം വാർഡിൽ ഞങ്ങളൊരു കഴിഞ്ഞ 1 വർഷക്കാലമായി ഞങ്ങളുടെ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തക ആയിരുന്നു. മഹിളാ കോൺഗ്രസിന്റെ ഭാരവാഹി ഞങ്ങൾ പരിശോധിച്ചു, പഠിച്ചു. ആ വാർഡിൽ നിർത്താൻ പറ്റുന്ന ഏറ്റവും ഫിറ്റായ സ്ഥാനാർത്ഥി അങ്ങേരല്ല, അതിനേക്കാളും കുറേ കൂടി ഫിറ്റായ സ്ഥാനാർത്ഥി ലീന വില്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. മണ്ഡലം കമ്മിറ്റിക്കും അത് പഞ്ചായത്ത് കോർ കമ്മിറ്റിക്കും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലീന വില്യനെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ LDFിൻ്റെ ദുർഭരണം അവസാനിപ്പിച്ച് UDFിൻ്റെ ഭരണം ചെറുപുഴയിൽ 25 മുതൽ 30 വരെ കൊണ്ടുവരുവാൻ വേണ്ടി DCC സമന്വയിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മണ്ഡലത്തിലെ എല്ലാ വാർഡുകളിലെ കോർഡിനേഷനും നടത്തി വളരെ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി UDF അധികാരത്തിൽ വരുന്നതിനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും UDFിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. മികച്ച സ്ഥാനാർത്ഥികൾ 20 വാർഡുകളിലും കൊണ്ടുവരുവാനും അതുപോലെ തന്നെ ആ മികച്ച 20 സ്ഥാനാർത്ഥികളെ വാർഡുകളിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ജനാധിപത്യ വിശ്വാസങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഡിസംബർ 13-ാം തീയതി ഒരു ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി UDFിൻ്റെ പുതിയ ഭരണസമിതി ചെറുപുഴ പഞ്ചായത്തിൽ അധികാരത്തിൽ വരും എന്ന പൂർണ്ണ വിശ്വാസത്തോടെയാണ് നിങ്ങളെല്ലാവരും പ്രവർത്തിക്കുന്നത്. അതിലേക്ക് വേണ്ട എല്ലാ സഹകരണവും നിങ്ങളുടെ ഭാഗത്തും ഉണ്ടാകണം. അതുപോലെ തന്നെ മലയോര മേഖലയുടെ സ്ഥിരാകേന്ദ്രമായ ചെറുപുഴയിൽ സ്വാദേറും ഇഷ്ടഭക്ഷണ വിഭവങ്ങളുടെ മേള സമ്മിശ്ര രുചിക്കൂട്ടിൽ 6 പതിറ്റാണ്ടിലേറെ കാലമായി കുടുംബഹൃദയങ്ങൾ കീഴടക്കിയ മഹനീയ നാമം പ്രശാന്ത് ഹോട്ടൽ, മേലെ ബസാർ, ചെറുപുഴ. ഭക്ഷണം കഴിക്കുന്നവനും വിളമ്പുന്നവനും മനസ്സുകൊണ്ട് തൃപ്തിയുടെ വാതായനം തുറക്കുന്ന ഭക്ഷണശാല ഹോട്ടൽ പ്രശാന്ത്, മേലെ ബസാർ, ചെറുപുഴ. നാടൻ രുചിയുടെ തനിവ് നഷ്ടപ്പെടാതെ കൊതിയൂറും വിഭവങ്ങളും ഇന്നിൻ്റെ വർത്തമാന കാലഘട്ടത്തിന് അനുയോജ്യമായ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകളും മനം നിറയെ ആവോളം ആസ്വദിക്കുവാൻ ഹോട്ടൽ പ്രശാന്ത്, മേലെ ബസാർ, ചെറുപുഴ. ഫാമിലി സൗകര്യം കൂടാതെ വിവാഹം, മറ്റു വിശേഷങ്ങൾ എന്നിവ ആഘോഷിക്കുവാൻ വിശാലമായ ഓഡിറ്റോറിയം. ഇത് ചെറുപുഴയിൽ പ്രശാന്ത് ഹോട്ടലിൻ്റെ മാത്രം പ്രത്യേകത. പ്രശാന്ത് ഹോട്ടൽ, മേലെ ബസാർ, ചെറുപുഴ. ഫോൺ 9447 300 157. പ്രശാന്ത് ഹോട്ടൽ, മേലെ ബസാർ, ചെറുപുഴ.